ഫുട്ബോൾ ലോകത്തെ ഞെട്ടിച്ച ഒരു വിവാദമാണ് 2009 മെയ് 6-ന് സ്റ്റാംഫോർഡ് ബ്രിഡ്ജിൽ നടന്ന ചെൽസിയും ബാഴ്സലോണയും തമ്മിലുള്ള ചാമ്പ്യൻസ് ലീഗ് സെമി ഫൈനൽ രണ്ടാം പാദ മത്സരം. ഇന്നും ഫുട്ബോളിലെ ഏറ്റവും വലിയ കൊള്ള എന്ന് ചെൽസി ആരാധകർ വിശേഷിപ്പിക്കുന്ന ഈ മത്സരം നോർവീജിയൻ റഫറി ടോം ഹെനിങ് ഒവ്രേബോയുടെ പരമ്പര തെറ്റായ തീരുമാനങ്ങളാൽ നിറഞ്ഞു നിൽക്കുന്നു. ആ മത്സരമാണ് ചെൽസിയുടെ ചാമ്പ്യൻസ് ലീഗ് സ്വപ്നങ്ങൾക്ക് വിലങ്ങുതടിയായതെന്നാണ് അവരുടെ വിശ്വാസം. മത്സരം ആരംഭിക്കുന്നതിന് മുൻപ് ചെൽസിക്ക് നേരിയ മുൻതൂക്കമുണ്ടായിരുന്നു. ബാഴ്സലോണയുടെ തട്ടകമായ ക്യാമ്പ് നൗവിൽ നടന്ന ആദ്യ പാദ മത്സരം ഗോൾ രഹിത സമനിലയിൽ പിരിഞ്ഞതിനാൽ സ്വന്തം തട്ടകത്തിൽ ഒരു സമനിലയോ വിജയമോ ചെൽസിക്ക് ഫൈനൽ ഉറപ്പായിരുന്നു. സ്റ്റാംഫോർഡ് ബ്രിഡ്ജിൽ ആവേശകരമായ തുടക്കമാണ് ചെൽസിക്ക് ലഭിച്ചത്. മത്സരം ആരംഭിച്ച് വെറും 9-ാം മിനിറ്റിൽ മൈക്കിൾ എസീൻ ഒരു കിടിലൻ വോളിയിലൂടെ ചെൽസിക്ക് ലീഡ് നേടിക്കൊടുത്തു. ഈ ഗോൾ അവരുടെ ഫൈനൽ പ്രതീക്ഷകൾക്ക് തിളക്കം നൽകി. എന്നാൽ പിന്നീട് കണ്ടത് റഫറിയുടെ വിചിത്രമായ തീരുമാനങ്ങളാണ്. ഈ തീരുമാനങ്ങളെല്ലാം ചെൽസിക്ക് എതിരായിരുന്നു. മാലൂദയുടെ പെനാൽറ്റി അപ്പീൽ നിഷേധിച്ചു. മത്സരത്തിന്റെ തുടക്കത്തിൽ തന്നെ വിവാദങ്ങൾക്ക് തിരികൊളുത്തി. ബോക്സിനുള്ളിൽ വെച്ച് ബാഴ്സലോണ താരം ഡാനി ആൽവസ് ഫ്ലോറൻ മാലൂദയെ ഫൗൾ ചെയ്തതായി വ്യക്തമായിരുന്നു. എന്നാൽ റഫറി ബോക്സിന് പുറത്ത് ഫ്രീ കിക്ക് നൽകി ഒതുക്കി. റീപ്ലേകളിൽ ഇതൊരു വ്യക്തമായ പെനാൽറ്റി ആയിരുന്നെന്നും ഫുട്ബോൾ വിദഗ്ധർ പോലും അഭിപ്രായപ്പെട്ടു. ദ്രോഗ്ബ പെനാൽറ്റി നിഷേധിച്ചു. ആദ്യ പകുതിയിൽ ബോക്സിനുള്ളിൽ വെച്ച് എറിക് അബിഡാൽ ദ്രോഗ്ബയെ പിടിച്ചു വലിച്ച് വീഴ്ത്തി. ഇതൊരു വ്യക്തമായ പെനാൽറ്റി അപ്പീലായിരുന്നിട്ടും റഫറി അനുവദിച്ചില്ല. ദ്രോഗ്ബ അപ്പോൾ തന്നെ റഫറിയോട് രൂക്ഷമായി പ്രതികരിച്ചു. ഇത് മത്സരത്തിൽ താരങ്ങൾക്ക് നിയന്ത്രണം നഷ്ടപ്പെടുന്നതിന്റെ തുടക്കമായിരുന്നു. അബിഡാലിന് തെറ്റായ ചുവപ്പ് കാർഡ്. 65-ാം മിനിറ്റിൽ ബാഴ്സലോണയുടെ എറിക് അബിഡാലിന് നിക്കോളാസ് അനൽക്കയെ ഫൗൾ ചെയ്തതിന് ചുവപ്പ് കാർഡ് ലഭിച്ചു. ഇതൊരു ഫൗൾ പോലും ആയിരുന്നില്ലെന്നും ചുവപ്പ് കാർഡ് നൽകേണ്ട സാഹചര്യമില്ലായിരുന്നെന്നും റീപ്ലേകൾ സംശയലേശമെന്യെ തെളിയിച്ചു.